ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് കേരളത്തിന്റെ സ്വന്തം അല്ലെങ്കിൽ ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുന്നിലാണ്. ആർത്തലച്ചൊഴുകി താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി നേരിട്ട് കണ്ട് ആസ്വദിക്കാന് ഞാനിപ്പോ എത്തിയിരിക്കുന്നത് ചാലക്കുടി പുഴയുടെ തീരത്താണ്. ഇവിടുത്തെ ഈ തണുത്ത കാറ്റും പച്ചപ്പിന്റെ ഗന്ധവും വെള്ളച്ചാട്ടത്തിന്റെ ആരവവുമെല്ലാം നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വാഴച്ചാൽ കാടുകളുടെ മധ്യത്തിലായിട്ട് ഏകദേശം 80 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യം ശരിക്കും ഒരു വിസ്മയം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ തുള്ളി സൗന്ദര്യത്തിലേക്കും ഇതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്കുമൊക്കെ ഒന്ന് മുങ്ങി താണിട്ട് വന്നാലോ? ഞാന് അടൂരിൽ നിന്നും അങ്കമാലി എത്തി അവിടുന്ന് ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ് കടന്ന് വനപാതയിലൂടെയാണ് അതിരപ്പള്ളിയിലേക്ക് പോകുന്നത്. ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റില് നമ്മുടെ പേരും ഫോൺ നമ്പറും വണ്ടിയുടെ നമ്പറും ഒക്കെ എഴുതി കൊടുത്തിട്ട് വേണം ചെക്ക് പോസ്റ്റ് കടക്കാൻ. ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന്റെ കവാടം കടക്കുമ്പോൾ തന്നെ നഗരത്തിന്റെ തിരക്കും ശബ്ദവും ഒക്കെ പിന്നിലേക്ക് മാഞ്ഞ് പച്ചപ്പ് നിറഞ്ഞ ഒരു പുതിയ ലോകം നമ്മെ വരവേൽക്കുന്നത് പോലെ തോന്നും. വഴിക്ക് ഇരുവശവും ആദ്യം കാണുന്നത് കൃത്യമായി അണിനിരത്തിയ എണ്ണപ്പനത്തോട്ടങ്ങളാണ്. ഒരേ ഉയരത്തില് ആകാശത്തേക്ക് ഇങ്ങനെ കുടചൂടി നിൽക്കുന്ന ഈ പനമരങ്ങൾക്കിടയിലൂടെ ചുമ്മാ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഈ കാഴ്ചകൾക്കൊക്കെ മാറ്റുകൂട്ടി വഴിയോരത്ത് ചിലയിടങ്ങളിലൊക്കെ ചാലക്കുടി പുഴയുടെ ഒഴുക്ക് നമ്മെ തേടിയെത്തും. ശാന്തമായി ഒഴുകുന്ന ആ നദി കാടിന്റെ പച്ചപ്പും ആകാശത്തിന്റെ നീലിമയും ഒക്കെ പ്രതിഫലിപ്പിച്ച് ഒരു കണ്ണാടി പോലെ തെളിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, വണ്ടി ഒന്ന് ചവിട്ടി ഒതുക്കി ആ പുഴയുടെ സൗന്ദര്യം ചുമ്മാ നോക്കി നിന്ന് ആസ്വദിക്കാനൊക്കെ ഒന്ന് തോന്നും. അങ്ങനെ റോഡിന്റെ വശങ്ങളില് ചെങ്കുത്തായ കൊക്കകളും മുന്നറിയിപ്പ് ബോർഡുകളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളവുകൾ ഓരോന്നും തിരിഞ്ഞ് ബൈക്ക് ഓടിക്കുമ്പോൾ അതൊരു സാഹസിക അനുഭവം കൂടിയായിട്ട് മാറും. ചില ഭാഗങ്ങളിലൊക്കെ കാട്ടാനയുടെ സാന്നിധ്യം അറിയിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ കാണുമ്പോൾ യാത്ര കൂടുതൽ ആവേശകരമാകും. പക്ഷെ അത്ര വലിയ ആവേശമൊന്നും വേണ്ട കേട്ടോ, മുന്നിൽ പെട്ടുകഴിഞ്ഞാൽ പെട്ടതാണ്, ചവിട്ടിക്കൂട്ടി ദൂരെ എറിഞ്ഞു കളയും. അങ്ങനെ വനത്തിലൂടെയുള്ള യാത്രയുടെ അവസാനം നമ്മെ കാത്തിരിക്കുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന ജലവിസ്മയമാണ്. അങ്ങനെ നമ്മളിപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മെയിൻ എൻട്രൻസിലെത്തി. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് കയറാൻ. ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ബൈക്കിന് പാർക്കിംഗ് ഫീ ആയിട്ട് 15 രൂപയും. അങ്ങനെ 75 രൂപ കൊടുത്ത് നമുക്കിനി അകത്തേക്ക് കയറാം. ഈ ഒരു ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് 5 കിലോമീറ്റർ അപ്പുറമുള്ള വാഴച്ചാൽ വാട്ടർഫോൾസും കാണാൻ സാധിക്കും. രണ്ടിനും കൂടി ഒരു ടിക്കറ്റ് മതി എന്ന് സാരം. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ ദൂരമുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ മുകളിലത്തെ വ്യൂ പോയിന്റിലേക്ക് എത്താൻ. ഈ ഒരു നടപ്പാതയുടെ ഇരുവശങ്ങളിലും ഇടത്തൂർന്നും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെയിലിന്റെ ചൂടിന് നല്ല ശമനമുണ്ട്. വഴിയോരത്തൊക്കെ ജ്യൂസും സ്നാക്സും ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ സജീവമാണ്. അങ്ങനെ നടന്ന് നമ്മളിപ്പം മുകളിലത്തെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ ചാലക്കുടി പുഴ പല ശാഖകളിലായിട്ട് പാറക്കെട്ടുകളുടെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇവിടെ ആളുകൾ സൈഡിൽ നിന്ന് കുളിക്കുന്നൊക്കെയുണ്ട്. ഒരു കയറ് കെട്ടി അതിർത്തിയൊക്കെ തിരിച്ചിട്ടുണ്ട്. ആ കയറിനപ്പുറത്തേക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പാടില്ല, അപകടമാണ്. അതിനിപ്പുറത്ത് നിന്ന് കുളിച്ച് ആർക്കും ശല്യമൊന്നും ഉണ്ടാക്കാതെ കയറി പോകാൻ ശ്രദ്ധിക്കണം ഇവിടെ വരുന്ന സഞ്ചാരികൾ. വളരെ ശാന്തമായിട്ട് ഒഴുകി വന്ന് പിന്നെ ഒരു വലിയ കൊക്കയിലേക്ക് പതിക്കുന്നതിൻ്റെ ഒരു പ്രിവ്യൂ പോലെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ഈ പുഴ എത്രമാത്രം വലുതാണെന്നും ഇതിൻ്റെ ഒഴുക്കിന് എത്രമാത്രം ശക്തി ഉണ്ടെന്നുമൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കാണുന്ന കുടില് എല്ലാവർക്കും വളരെ പരിചിതമാണ്. മഴക്കാലത്ത് എത്ര കുത്തിയൊലിച്ച് വെള്ളം വന്നാലും ആ കുടില് അവിടെ അങ്ങനെ അനങ്ങാതെ നിൽക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് മുകളിൽ നിന്നുള്ള കാഴ്ച. ഈ വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ താഴെ ഇറങ്ങിച്ചെല്ലണം. ഈ കാണുന്ന വഴിയിലൂടെയാണ് താഴേക്ക് പോകേണ്ടത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് എൻട്രി ടൈം. ഒരു 1/2 കിലോമീറ്ററോളം താഴേക്ക് നടക്കാനുണ്ട്. ഇറങ്ങാൻ വലിയ പാടില്ല, പക്ഷെ തിരിച്ച് ഈ കയറ്റം കയറുന്നത് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയില്ലാതില്ല. ഇതിങ്ങനെ സിക്സാഗ് പോലെ വളഞ്ഞാണ് താഴേക്കുള്ള പാത പണിത് വെച്ചിരിക്കുന്നത്. നല്ല തിരക്കുണ്ട് ഇന്നത്തെ ദിവസം.
രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലുണ്ട്. അതുകൊണ്ട് ഒരു നല്ല ആശ്വാസവുമാണ്. അങ്ങനെ നടന്ന് താഴത്തെ വ്യൂ പോയിന്റിലെത്തി. പകുതി എത്തുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ കേട്ടു തുടങ്ങും. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. മുകളിൽ നിന്ന് കണ്ട ആ അതിരപ്പള്ളിയല്ല ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഈ കാഴ്ചയാണ് ഇവിടുത്തെ യഥാർത്ഥ മാജിക് എന്ന് പറയുന്നത്. ഏതാണ്ട് 80 അടിയോളം ഉയരത്തിൽ നിന്ന് പാറകളിലേക്ക് വെള്ളം പതിക്കുന്നതിൻ്റെ ആ ഒരു ശക്തി, ആ ഒരു സൗന്ദര്യം, അതൊക്കെ ഇവിടെ നിന്ന് ആവോളം ആസ്വദിക്കാൻ കഴിയും. ഈ വെള്ളച്ചാട്ടത്തിന് താഴെ കടും പച്ച വനത്തിന്റെ ഹൃദയ ഭാഗത്ത് വന്ന് നിൽക്കുമ്പോഴുണ്ടല്ലോ, ആദ്യം നമ്മെ എതിരേൽക്കുന്നത് ജലത്തിന്റെ ഇടിമുഴക്കം പോലുള്ള ഘോരനാദമാണ്. ഒരു പെണ്ണിന്റെ ചിരി പോലെ തെളിർമയാർന്നതും പ്രകൃതിയുടെ തപസ് പോലെ നിഗൂഢവുമായ ഒരു അത്ഭുതമാണ് താഴെ നിന്നുള്ള ഈ ഒരു ദൃശ്യം. മേലെ മാനത്ത് നിന്നോ ദൂരെ എങ്ങോ മറിഞ്ഞ സ്വപ്നഭൂമിയിൽ നിന്നോ ഒക്കെ കുതിച്ചെത്തുന്ന വെള്ളിനൂല് പോലെയാണ് ഓരോ ജലധാരയും. നമ്മുടെ കാലുകൾ താഴെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സ് ഈ ജലകന്യകയുടെ ഭംഗിയിൽ ലയിച്ച് മുകളിലേക്ക് പറന്നുയരും. അത്രമേൽ തീവ്രമാണ് കേട്ടോ ആതിരപ്പള്ളി താഴെ നിന്ന് നൽകുന്ന ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ താഴെ ഇറങ്ങി വന്ന് ഈ കാഴ്ചകളൊക്കെ കാണണം. ഇങ്ങോട്ടേക്ക് വരാൻ കുറച്ച് കഷ്ടപ്പെടണമെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച ഇത് ഒരിക്കലും നഷ്ടമായിരിക്കത്തില്ല. ഇപ്പൊ വെള്ളമൊക്കെ ഒരു ഇത്തിരി കുറവാണെങ്കിലും ഭംഗിക്ക് യാതൊരു കുറവുമില്ല കേട്ടോ. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ പാറ ഫുള്ള് കവർ ചെയ്തിട്ടായിരിക്കും വെള്ളം താഴേക്ക് കുത്തി ഒലിച്ച് വീഴുന്നത്. ആ സമയങ്ങളിൽ താഴേക്കൊക്കെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിടുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇറക്കി വിടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഇവിടെ ആളുകൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ വന്ന് ഏതെങ്കിലുമൊക്കെ ഒരു മരത്തിന്റെ ചുവട്ടിലോ പാറക്കെട്ടിലോ തണലത്തോ ഒക്കെ വന്നിരുന്ന് ചുമ്മാ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ ഉണ്ടല്ലോ ഒരു ഭയങ്കര റിലീഫ് കിട്ടും. ഈ ഒരു പ്രകൃതി വിസ്മയത്തിന് മുന്നിൽ നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഇതിനോടൊപ്പം ഒഴുകി അങ്ങ് പൊക്കോളും. വളരെ ശാന്തമായിട്ട് ഒഴുകി വന്നിട്ട് പാറക്കെട്ടിന് മുകളിൽ നിന്ന് ഒരു വെള്ളിക്കൊലിസിന്റെ കിലുക്കം പോലെ അവൾ താഴേക്ക് പതിക്കുമ്പോൾ ഒരു രൗദ്രസുന്ദരിയുടെ ഭാവമൊക്കെ ഇവൾക്ക് കൈവരും. ആർത്തലച്ചെത്തുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ ഓരോ തുള്ളിയും കാടിന്റെ പ്രണയം ഏറ്റുവാങ്ങി പാറക്കെട്ടുകളെ തഴുകി തലോടിക്കൊണ്ട് താഴെ ശാന്തമായി ഒഴുകുന്ന നദിയിലേക്ക് ലയിച്ചു ചേരുന്ന ഈ ഒരു കാഴ്ചയുണ്ടല്ലോ, ഇത് വളരെ ഹൃദ്യമാണ്. അതിരപ്പള്ളി ഇവള് കേരളത്തിന്റെ നയാഗ്ര മാത്രമല്ല, പ്രകൃതിയുടെ കൈപ്പടയിൽ എഴുതിയ ഒരു അനശ്വര കാവ്യമാണ്. എത്ര കണ്ടാലും മതിവരാത്ത, മനസ്സിൽ കുളിര് നിറയ്ക്കുന്ന ഒരു പച്ചപ്പുള്ള ഓർമ്മയാണിവള്. അങ്ങനെ അതിരപ്പള്ളിയുടെ വശ്യ മനോഹാരിതയെല്ലാം കണ്ടാസ്വദിച്ചതിന് ശേഷം നമുക്കിനി നേരെ വാഴച്ചാൽ വെള്ളച്ചാട്ടം കൂടി ഒന്ന് കണ്ടേച്ചു വരാം. ഇനി ഈ കയറ്റമെല്ലാം തിരിച്ച് കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു മനപ്രയാസം. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററോളം ദൂരമുണ്ട് വാഴച്ചാലിലേക്ക്. അതിരപ്പള്ളിയുടെ ആർത്തലയ്ക്കുന്ന ശബ്ദം മെല്ലെ മെല്ലെ പിന്നിലേക്ക് മാഞ്ഞു തുടങ്ങി. പച്ചപ്പിന്റെ മൗനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബൈക്കിന്റെ ഈ ഒരു ശബ്ദം ഈ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ടേയിരുന്നു. ഇരുവശത്തും തലയുയർത്തി നിൽക്കുന്ന മരങ്ങളും സൂര്യരശ്മികൾക്ക് പോലും നുഴഞ്ഞു കയറാൻ മടിയുള്ള നല്ല കട്ടിയുള്ള തണലും എല്ലാം കൂടി ആകുമ്പോൾ ഈ ഒരു വനപാതയിലൂടെയുള്ള യാത്രയ്ക്കുണ്ടല്ലോ ഒരു പ്രത്യേക സുഖമാണ്. മരച്ചില്ലകളുടെ തണൽപ്പാടുകൾ റോഡിലെല്ലാം കണ്ണിറുക്കി ചിരിക്കും പോലെ തോന്നും. ഓരോ വളവുകളും പുതിയൊരു ലോകം തുറന്നു തരുന്നത് പോലെയൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ അനുഭവപ്പെടും. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം ഇങ്ങ് എത്തിക്കഴിയുമ്പോഴുണ്ടല്ലോ ഇവിടെ വഴിയരികിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാം, ചാർപ്പ വാട്ടർഫോൾസ്. അതിരപ്പള്ളിയെ പോലെ വലിയ ബഹളങ്ങളോ ആരവങ്ങളോ ഇല്ലാതെ വളരെ ശാന്തമായിട്ട് താഴേക്ക് നുരഞ്ഞു പതിഞ്ഞ് ഒഴുകിയിറങ്ങുന്ന ചാർപ്പ. ഇപ്പോൾ ഇവൻ ശാന്തനാണെങ്കിൽ മഴക്കാലത്ത് ഇവൻ രൗദ്രനാകും. ഡബിള്. വാഴച്ചാലിലേക്കുള്ള യാത്രാമധ്യയുള്ള ഈ ഒരു കാഴ്ചയുണ്ടല്ലോ അതിമനോഹരമാണ്. വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തൊട്ടടുത്ത് ഇത്രയും മനോഹരമായ ഒരു കാഴ്ചയൊരുക്കി പ്രകൃതി കാത്തു നിൽക്കുന്നത് ഒരു വിസ്മയം തന്നെയാണ്. ചാർപ്പയെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ലൊക്കേഷനാണ്. സാധാരണ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം നടന്നു പോകേണ്ടതുണ്ട്. ഇതിന് അതിന്റെ ഒന്നും ആവശ്യകതയില്ല. വണ്ടി സൈഡിൽ ഒതുക്കുക, വന്നു നിന്ന് കണ്ട് ആസ്വദിക്കുക. റോഡിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ചാലക്കുടി വാൽപ്പാറ റോഡിലാണ്.
ഇപ്പൊ വെള്ളം തീരെ കുറവായതുകൊണ്ട് നനയാതെ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. വെള്ളം നല്ല ഫോഴ്സിൽ വരുന്ന സമയമാണെങ്കിൽ റോഡിലേക്കെല്ലാം നല്ലതുപോലെ വെള്ളം സ്പ്രേ ചെയ്യും. ഈ വെള്ളച്ചാട്ടത്തിന് മുന്നിലായിട്ട് പുതിയൊരു പാലമൊക്കെ പണിതിട്ടുണ്ട്. അതിന്റെ മുകളിൽ കയറി നിന്ന് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ എന്ന് പറയുന്നതുണ്ടല്ലോ, അതിമനോഹരമാണ്. ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ബ്രിഡ്ജാണിത്. എല്ലാവരും അതിന്റെ മുകളിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലുമാണ്. അങ്ങനെ കുറെ നേരം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമുക്കിനി യാത്ര തുടരാനുണ്ട് നേരെ വാഴച്ചാലിലേക്ക്. അങ്ങനെ വീണ്ടും പച്ചപ്പ് നിറഞ്ഞ വനപാതയിലൂടെ നേരെ മുന്നോട്ട് പോകുമ്പോൾ വാഴച്ചാലിലേക്ക് ഇനി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കൂടി ദൂരം താണ്ടാനുണ്ട്. വഴിയുടെ ഒരു സൈഡില് ചാലക്കുടി പുഴ ശാന്തമായി ഒഴുകുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ നല്ലപോലെ ഗർജിക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മളിപ്പോ വാഴച്ചാലിലെത്തി. അതിരപ്പള്ളിയിൽ ടിക്കറ്റ് എടുത്തത് കൊണ്ട് ഇവിടെ ഇനി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആ ടിക്കറ്റ് കളയാതെ ഇരുന്നാൽ മതി. അപ്പോൾ ഈ കാണുന്നതാണ് എൻട്രി ഗേറ്റ്. ഈ വാഴച്ചാല എന്ന് പറയുന്ന ഏരിയ ഒരു നിബിഡ വനമേഖലയുടെ ഭാഗമാണ്. ഷോളയാർ വനങ്ങളുടെ കവാടം എന്ന് വേണമെങ്കിൽ പറയാം. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറിയാൽ നമ്മെ വരവേൽക്കുന്നത് തണുത്ത കാറ്റും ഇടതൂർന്ന പച്ചപ്പുമാണ്. ശരിക്കും കാടിനുള്ളിൽ നടക്കുന്നത് പോലെ തോന്നും. സഞ്ചാരികൾക്ക് വിശ്രമിക്കാനായിട്ട് ബെഞ്ചുകളും കുട്ടികൾക്കായിട്ട് ഒരു ചെറിയ പ്ലേ ഏരിയ ഒക്കെ ഇവിടെ കാണാം. കുടുംബത്തോടൊപ്പം ഒക്കെ വന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം. വാഴച്ചാൽ അറിയപ്പെടുന്നത് പക്ഷി നിരീക്ഷകരുടെ ഇഷ്ടകേന്ദ്രം എന്ന പേരിലാണ്. പ്രത്യേകിച്ചും 4 തരം വംശനാശ ഭീഷണി നേരിടുന്ന വേഴാമ്പലുകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇവിടം. അങ്ങനെ നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ അടുക്കിലേക്ക് എത്താറായി. വാഴച്ചാലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിരപ്പള്ളി പോലെ താഴേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമല്ല ഇത്. ചാലക്കുടി പുഴ പാറക്കെട്ടുകളിലൂടെ പരന്ന് ഒഴുകി വരുന്നത് കാണാനുണ്ടല്ലോ, നല്ല രസമാണ്. ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെ അതിവേഗത്തിൽ ഒഴുകി വരുന്ന പുഴയുടെ ഈ കാഴ്ച ആരുടെയും മനം കവരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു വെള്ളച്ചാട്ടത്തിന് എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എനിക്ക് ആതിരപ്പള്ളി വാട്ടർഫാൾസ് തന്നെയാണ് ഇഷ്ടമെങ്കിലും വാഴച്ചാലും ഒരു അടിപൊളി അനുഭവം തന്നെയാണ്. പുഴയിലേക്ക് ഇറങ്ങാതിരിക്കാന് ഇവിടെ കമ്പികളൊക്കെ വെച്ച് വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. കാടിന്റെ ശാന്തതയും പുഴയുടെ തണുപ്പും വെള്ളത്തിന്റെ കളകളാഞ്ചി നാദവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുറേ നേരം വന്നിരുന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു പോസിറ്റീവ് എനർജി താനെ ഈ വരും. വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് പോകാനാണ് പാട്. ആരെങ്കിലുമൊക്കെ വന്ന് കുത്തിപ്പൊക്കി കീ കൊടുത്തു വിടണം. അത്രയ്ക്ക് സുന്ദരമാണ് ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് എന്നൊക്കെ പറയുന്നത്. പ്രകൃതി ഇവിടെ ഒരു ശക്തമായ താരാട്ടുപാട്ട് പാടുന്നത് പോലെ. ആ താരാട്ടുപാട്ടില് ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് ഇളം തണുപ്പേറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുണ്ടല്ലോ, എന്നാ സുഖമാണെന്നറിയാവോ. നാടിന്റെ ഹൃദയത്തിലൂടെ ഒഴുകിയെത്തുന്ന ഈ തെളിനീരിന്റെ ശക്തിയും സൗന്ദര്യവും ഒക്കെ ഒരുമിച്ച് കാണുന്ന ഈ ഒരു അനുഭവമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. കണ്ണിനും മനസ്സിനുമൊക്കെ ഒരുപോലെ കുളിരേകുന്ന ഈ ഒരു കാഴ്ച എത്ര മനോഹരമാണ്. അങ്ങനെ പുഴയോരത്തു കൂടി നടന്ന് ഒടുവിൽ നമ്മളിപ്പോൾ തിരിച്ച് റോഡിലെത്തി. ഈ കാണുന്നതാണ് ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി മലക്കപ്പാറ വഴി വാൽപ്പാറയ്ക്ക് പോകുന്ന ചീനിക്കസ് ബസ്. പ്രൈവറ്റ് ബസ്സാണ്. KSRTC മലക്കപ്പാറ വരെ പോവുകയുള്ളൂ. ചാലക്കുടിയിൽ നിന്ന് രാവിലെ 6:45 ഈ ബസ് എടുക്കുന്നത്. ഇതിപ്പോ വാൽപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വാഴച്ചാൽ വാട്ടർഫോൾസ് 600 മീറ്റർ, അതിരപ്പള്ളി 5.5 കിലോമീറ്റർ, തൃശ്ശൂർ 66 കിലോമീറ്റർ. ഇനി 600 മീറ്റർ അങ്ങോട്ട് നടക്കണം വണ്ടി ഇരിക്കുന്നിടത്ത് എത്താൻ. ഒരു ആവേശത്തിന് പുഴയുടെ ഓരം പിടിച്ചിങ്ങി വന്നതാണ്. പക്ഷെ ഇനി 600 മീറ്റർ കൂടെ അങ്ങോട്ട് നടക്കണം. ഇങ്ങനെ നടന്ന് നമ്മളിപ്പോ എൻട്രി ഗേറ്റിന്റെ അടുത്തെത്തി. ഇവിടുത്തെ ഈ ചെക്ക് പോസ്റ്റ് കടന്നു വേണം മലക്കപ്പാറയിലേക്കും വാൽപ്പാറയിലേക്കും ഒക്കെ പോകാൻ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് സമയം. അതിനുശേഷം ഒരു വണ്ടിയും കടത്തിവിടത്തില്ല. പിന്നെ വാഹനമൊക്കെ നല്ലതുപോലെ പരിശോധിച്ച് കയ്യിലുള്ള പ്ലാസ്റ്റിക് കുപ്പികളുടെയൊക്കെ എണ്ണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് കയറ്റി വിടത്തുള്ളൂ. തിരികെ വരുമ്പോഴും എത്ര കുപ്പിയാണ് കൊണ്ടുപോയത് അത്രയും കുപ്പി തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കുറവുണ്ടെങ്കിൽ എത്ര കുപ്പി കുറവുണ്ടോ അതിൻ്റെ എല്ലാം കൂടെ ഫൈൻ അടിച്ച് നല്ലൊരു ഫൈൻ അടിച്ച് കയ്യിൽ തരും. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് പ്ലാസ്റ്റിക് കുപ്പി ഒന്നും കാട്ടിലെങ്ങും വലിച്ചെറിയാൻ പാടില്ല. പിന്നെ അതിരപ്പള്ളിയിലും ചാർപ്പയിലും വാഴച്ചാലിലും എല്ലാം ഉണ്ടല്ലോ കുരങ്ങുകൾ ധാരാളമുണ്ട്. ഇവന്മാരുടെ ഈ ഒരു ആക്ടിവിറ്റി ഒക്കെ കണ്ടുകൊണ്ടിരിക്കാനുണ്ടല്ലോ നല്ല രസമാണ്. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ പണിയും കിട്ടും. കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇവന്മാർ തട്ടിയെടുത്തുകൊണ്ട് ഓടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാനും ഉള്ള ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് കുറച്ച് അകലമൊക്കെ പാലിച്ച് സൂക്ഷിച്ചൊക്കെ നിന്ന് ഇവന്മാരുടെ കുസൃതികളും വികൃതികളും ഒക്കെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ അതിരപ്പള്ളിയുടെ ആർത്തലയ്ക്കുന്ന സൗന്ദര്യവും വാഴച്ചാലിന്റെ ശാന്തമായ വശ്യതയും ചാർപ്പയുടെ സൗമ്യതയും ഒക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഈ നിബിഡ വനപാതയിലൂടെ തന്നെ ഞാൻ മടങ്ങുകയാണ്. ഓരോ യാത്രയും നമ്മളിൽ ബാക്കി വെക്കുന്ന ഒരു അനുഭവമുണ്ട്. ഈ യാത്ര എൻ്റെ മനസ്സിൽ നിറച്ചത് ശാന്തമായ ഒരു അനുഭൂതിയാണ്. ഇരുവശത്തും തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ മരങ്ങളെ സാക്ഷിയാക്കി തണുത്ത കാറ്റ് മുഖത്തടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നഗരത്തിരക്കിൽ നഷ്ടമായ എന്തോ ഒന്ന് തിരിച്ചു പിടിച്ച സന്തോഷത്തിലാണ് ഞാൻ. ഇവിടെ റോഡരികില് കണ്ടുമുട്ടിയ കുരങ്ങന്മാര്, ഇടയ്ക്കിടെ മരങ്ങൾക്കിടയിലൂടെ എത്തി നോക്കിയ സൂര്യരശ്മികള്, പിന്നെ വനത്തിനുള്ളിൽ നിന്നും കേൾക്കുന്ന ആ ഇലകളുടെ മർമ്മരം എല്ലാം മനസ്സിൽ ഒരു കൊത്തുപണി പോലെ പതിഞ്ഞു കിടപ്പുണ്ട്. ചെക്ക് പോസ്റ്റുകൾ കടന്ന് ഈ വനം നമുക്ക് നൽകിയ ഓരോ മുന്നറിയിപ്പും എത്ര വലുതാണെന്ന് മനസ്സിലാക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. ഇനി എത്രയോ തലമുറകൾക്ക് ഈ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ കഴിയേണ്ടതുണ്ട്. യാത്രയല്ല, യാത്രയുടെ അനുഭൂതിയാണ് പ്രധാനം. എത്ര വേഗതയിൽ നമ്മൾ മടങ്ങിയെത്തി എന്നതിലല്ല, മറിച്ച് ഈ യാത്രയിൽ നമ്മൾ എത്രമാത്രം പ്രകൃതിയോട് ചേർന്ന് നിന്നു എന്നതിലാണ് കാര്യം. ഈ മനോഹരമായ കാഴ്ചകളൊക്കെയും ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയെങ്കിലും ഈ ഒരു തണുപ്പും ഈ ഒരു സുഗന്ധവും മനസ്സിൽ പതിയുന്നതിന് പകരമാകില്ല ഈ ഒരു ക്യാമറയിലൂടെയുള്ള കാഴ്ചകൾ. അങ്ങനെ ഈ പ്രകൃതിയുടെ അത്ഭുത ലോകത്തേക്ക് പ്രവേശിച്ച അതേ ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിൽ തന്നെ ഇപ്പൊ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് പുറം ലോകത്തെ തിരക്കുകളും ബഹളങ്ങളും ഒക്കെ കാത്തിരിക്കുമ്പോൾ, മറുഭാഗത്ത് ഞാൻ വിട്ടുവരുന്ന കാട് ഒരു മാറ്റവുമില്ലാതെ അടുത്ത അതിഥിക്കായി കാതോർത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു യാത്ര സമ്മാനിച്ച ഊർജം മനസ്സിൽ നിറച്ചുകൊണ്ട് മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.